എടോ ധൈര്യം പറയട്ടെ, ഇ ഡി അന്വേഷിക്കട്ടെ, അങ്ങനെയല്ല പറയുന്നത് അല്ലേ? പിണറായി വിജയൻ നിരപരാധിയാണ് എങ്കിൽ, റിയാസ് നിരപരാധിയാണ് എങ്കിൽ, വീണ വിജയൻ നിരപരാധിയാണ് എങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഇ ഡി അന്വേഷണമാണ്. ഇ ഡി അന്വേഷണം നടത്തട്ടേന്നേ, ഇ ഡി അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ നിരപരാധികളാണ്, മടിയിൽ ഞങ്ങൾക്ക് കനമില്ല എന്നല്ലടോ പറയേണ്ടത്. ഇ ഡി അന്വേഷണം തുടങ്ങുമ്പോഴത്തേക്ക് നാട് നീളെ പന്തം കൊളുത്തി പ്രകടനം, കല്ലേറ്, പ്രതിഷേധം. ഇന്നലെ വരെ SFI കുട്ടികളെ കൊണ്ട് വി ഡി സതീശന്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, വി ഡി സതീശന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവര് സ്വന്തം കുട്ടികളെ എന്ന് പറഞ്ഞാൽ SFI കുട്ടികളെ തെരുവിലിറക്കുകയായിരുന്നു. നമ്മൾ കണ്ടില്ലേ, ഏറെയും പറയുന്നത് ഇരിക്കവിടെ. പാവം കുട്ടികള് ലാത്തി ചാർജ് പേടിച്ചിട്ട്, ഈ വെള്ളം ചീറ്റൽ പേടിച്ചിട്ട് അവര് ഓടുകയാണ്. ഓടുമ്പോ ഏറെയും പറയാണ് ഓടരുത് SFIക്കാർ ഇരിക്കി, നിങ്ങളെ ലാത്തി ചാർജ് ചെയ്യട്ടെ, നിങ്ങളെ കൊല്ലട്ടെ, ഞങ്ങൾക്ക് ലാഭം, ഞങ്ങൾക്കൊരു രക്തസാക്ഷിയെ കിട്ടുമല്ലോ. റഹീമിന്റെ ഒക്കെ മനസ്സിലതാണ്. ഇവിടുത്തെ SFI കുട്ടികളെ ബലിയാടാക്കണം. SFI കുട്ടികളെ ആരെങ്കിലും ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ പിന്നെ വി ഡി സതീശൻ സർക്കാരിനെതിരെ ഇവർക്ക് ആകെ എന്ത് ചെയ്യാന്നു? വൻ പ്രതിഷേധങ്ങൾ, വൻ പ്രക്ഷോഭങ്ങൾ നടത്താമല്ലോ. രക്തസാക്ഷിയായി വെടിവെച്ച് കൊന്നു, അല്ലെങ്കിൽ തച്ചു കൊന്നു, ലാത്തി കൊണ്ട് അടിച്ചു കൊന്നു എന്നൊക്കെ പറയാലോ. ഇതിനു വേണ്ടിയിട്ട് SFI കുട്ടികളെ എറിഞ്ഞു കൊടുക്കുകയാണ് പോലീസിന്റെ മുന്നിലേക്ക്. അവരെ പ്രകോപിപ്പിക്കുകയാണ്. അടിയടാ പോലീസിനെ, വലിച്ചെറിയടാ കപ്പുകൾ പോലീസുകാർക്ക്, വലിച്ചെറിയടാ കുപ്പികൾ പോലീസുകാർക്ക് എന്ന് വിളിച്ചു പറയുകയാണ് ഈ നേതാക്കന്മാർ. അവസാനം അതൊന്നും എന്താ പറയാ, അതൊന്നും ക്ലച്ച് പിടിച്ചില്ല. അത്രയേ കേരളീയ സമൂഹം അതിന് വില കൽപ്പിച്ചുള്ളൂ. അപ്പോഴാണ് ഇന്ന് രാവിലെ റെയ്ഡ് നടന്നത്. 12 ഇടങ്ങളിൽ റെയ്ഡ് സംഭവിക്കാൻ പോകുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയും മരുമോൻ റിയാസും 3 പേരും ജയിലഴികൾക്കുള്ളിലേക്ക് പോകാൻ പോകുകയാണ് കേട്ടോ. എന്താ സംശയമുണ്ട് നിങ്ങൾക്ക്? കേജ്രിവാൾ മാസങ്ങളോളം ജയിലിൽ കിടന്നു എങ്കിൽ പിണറായി വിജയനും മോളും മരുമോനും മാസങ്ങളല്ല വർഷങ്ങൾ തന്നെ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യുമെന്നാ ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു സംശയമില്ല. പിണറായി വിജയനെതിരെ എത്ര കേസുകൾ എടുക്കാമെന്നോ? സ്വപ്ന കൊടുത്ത ഒരുപാട് 164 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് കേട്ടോ. സ്വർണ്ണക്കടത്തും ബിരിയാണി ചെമ്പിലെ സ്വർണവും ഒക്കെ അമർത്തി വെച്ചിരിക്കുകയായിരുന്നു BJP. എന്തിനു വേണ്ടിയിട്ട്? കാരണം BJP കേരളത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. അമിത്ഷായും നരേന്ദ്രമോദിയും പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. നിർമ്മല സീതാരാമൻ പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അത് രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരരുത്, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസിനെ തുടച്ചു നീക്കി. ഇനി ദക്ഷിണേന്ത്യയിൽ കൂടി കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യം ഇല്ലാതാവണം. അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ കോൺഗ്രസ് പരാജയപ്പെടണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ കള്ളനെ, ഈ തെമ്മാടിക്ക് ഈ പറയുന്ന BJPക്കാർ സംരക്ഷണം കൊടുത്തത്, എല്ലാവിധ പ്രോത്സാഹനവും നൽകിയത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അയാളുടെ നെറികേട് കൊണ്ട്, തോന്നിയാസം കൊണ്ട് കേരള ജനത തോൽപ്പിച്ചു കൊടുത്തു. ഇനി BJPക്ക് എന്തിനാ വിജയന്? ഇനി BJPക്ക് വിജയൻ എന്തിനാണ്? മാത്രമല്ല BJP ഒരു കാര്യം തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, ഈഴവ വോട്ട് ബാങ്ക് മുഴുവൻ കിടക്കുന്നത് CPMന്റെ അടുത്താണ്. CPM തകർന്നാലേ കേരളത്തിൽ BJPക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. 3 സീറ്റുകൾ എന്തോ ഭാഗ്യത്തിന് BJPക്ക് കിട്ടി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യമിടുന്നു ഭൂരിഭാഗം സീറ്റുകൾ കൈക്കലാക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ കൈക്കലാക്കണമെങ്കിൽ ഇവിടെ ആര് തകരണം? CPM തകർന്നേ തീരൂ. CPM തകർന്നു കഴിഞ്ഞാൽ CPMലെ വോട്ടുകൾ ഭൂരിപക്ഷവും കിട്ടാൻ പോകുന്നത് BJPക്കാണ്. അപ്പോൾ BJP ഇനി പിണറായി വിജയനെ സംരക്ഷിക്കില്ല. BJP, അമിത്ഷാ, നരേന്ദ്രമോദി, നിർമ്മല സീതാരാമൻ, ആരും പിണറായി വിജയനെ ഇനി സംരക്ഷിക്കാൻ മുന്നോട്ട് വരില്ല. കാരണം അവർക്ക് ഇനി പിണറായി വിജയനെ വേണ്ടോ? എന്തിനാണ് അവർക്ക് പിണറായി വിജയനെ, ഈ തോറ്റമ്പിയ പിണറായി വിജയനെ? BJPക്ക് എന്തിനാണ്? ഒരു കാര്യവുമില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പം ഗോവിന്ദൻ പറഞ്ഞ പോലെ ഇത് CPMനെതിരായ സമരമാണ്. അങ്ങനാണ്ട് കണക്കൂട്ടിക്കോ, ഇത് CPMനെതിരായ സമരമാണ്. കേരളത്തിൽ CPMനെ കുറ്റിപറിച്ച് വലിച്ചെറിയുകയാണ് കേട്ടോ BJP. അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. കാരണം കേരളത്തെ കട്ടുമുടിച്ച്, ഞാൻ അവസാനമായ ഒറ്റ കാര്യം കൂടി സഖാക്കളോട് ചോദിക്കട്ടെ. ഇപ്പൊ കുരുവെട്ടുന്ന കുറെ സഖാക്കൾ ഉണ്ടല്ലോ. എടോ, ഉളുപ്പും മാനം ഉണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ കീഴിലാണ് ഇവിടുത്തെ പാരിസ്ഥിതിക വകുപ്പ്. പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്ന കരിമണൽ കർത്തായുടെ കമ്പനി, ആ കമ്പനിയില് പിണറായി വിജയന്റെ മോള് അവിടെ പോയിട്ട് അവർക്ക് സേവനം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരുമായി ഇടപാടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ ചെയ്യടോ? ഒന്ന് ആലോചിച്ച് നോക്ക്.
പിണറായി വിജയൻ ഭരിക്കുക. പിണറായി വിജയന്റെ കീഴിലാണ് പാരിസ്ഥിതിക വകുപ്പ്. ഏറ്റവും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന കരിമണൽ കമ്പനിക്ക് അവിടെ പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ട് കമ്പനി കോടികൾ, അല്ലെ, കരിമണൽ കർത്തായുടെ കോടികളാണ്, കോടികൾ കമ്പനി അതിന് കോഴപ്പണം നൽകും. ഇത് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രിയുടെ മോള് തന്നെ നേരിട്ട് പോയിങ്ങാണ്ട് CMRLന്റെ സേവനം കൊടുക്കാന്നൊക്കെ. ഒരു സേവനം ഇല്ലാതെ എന്ത് സേവനം? ഒരു സേവനം ഇല്ല. ഒരു അക്കൗണ്ട് തുടങ്ങുന്നു, ആ അക്കൗണ്ടിലേക്ക് മാസം മാസം കമ്പനി ഇങ്ങനെ പൈസ ഇട്ടുകൊണ്ടിരിക്കും. എന്തിന്? കാരണം പിണറായി വിജയൻ ഇവർക്കെതിരെ നടപടിയെടുക്കരുത്, പിണറായി വിജയന്റെ വകുപ്പ് ഇവർക്കെതിരെ നടപടിയെടുക്കരുത്. അതുമല്ലാതെ പിണറായി വിജയന് തന്നെ കോടികൾ എന്ന് പറഞ്ഞാൽ 100 കോടിയോളം രൂപ പിണറായി വിജയനാണ് കൊടുത്തത് എന്ന് കമ്പനി തന്നെ പറയുന്നു, കമ്പനിയുടെ വക്താക്കൾ തന്നെ പറയുന്നു. എന്നിട്ട് അവര് പറയാണ് ഇങ്ങനെയൊക്കെ കൊടുത്തെങ്കിലേ CPM ഭരണത്തിന്റെ കീഴിൽ ഒരു കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഏത് കമ്പനിയും പ്രവർത്തിക്കണമെങ്കിൽ, പ്രത്യേകിച്ചും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന, അന്യായമായി പ്രവർത്തിക്കുന്ന, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനികളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിന് കോഴപ്പണം ആർക്ക് കൊടുക്കണം? മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, മുഖ്യമന്ത്രിയുടെ മോക്ക് കൊടുക്കണം, ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുക്കണം. അത്രയും ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് CMRL പറയുന്നു. അപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലം ഈ CMRL കമ്പനിയിൽ നിന്ന് മോളെ ഉപയോഗിച്ച് കോടികൾ മാസപ്പടിയായി, അതല്ലാതെ ചാക്ക് കെട്ടിൽ, അങ്ങനെയാണല്ലോ കൈതോലപ്പായി എന്താ പറയാ പൈസ കൊണ്ടുവന്ന കാര്യമൊക്കെ ശക്തിധരൻ മറ്റ് പറഞ്ഞിരുന്നല്ലോ അല്ലേ, എല്ലാം പുറത്തു വരാൻ പോകുകയാണ്. അതുകൊണ്ട് CPMകാരെ നിങ്ങൾ പന്തം കൊളുത്തി പ്രകടനം നടത്തിയിട്ടും ഇവിടെ ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കിയിട്ടും പിണറായി വിജയന്റെ വാടക വീട്ടിന്റെ മുന്നിൽ തറയിൽ കുത്തിയിരുന്നിട്ടും ഒരു കാര്യമില്ല. കാരണം ED മുന്നിട്ടിറങ്ങിയാൽ പിണറായി വിജയനെ പൂട്ടും കേട്ടോ, പൂട്ടും, മണിചിത്രത്താഴിട്ട് പൂട്ടും കേട്ടോ. അന്തംഗമികളെ മനസ്സിലാക്കിക്കോ. മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ മദ്യ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ജയിലിലിട്ടു എങ്കിൽ പിണറായി വിജയനെയും പിണറായി വിജയന്റെ മോളെയും മാസങ്ങളല്ല വർഷങ്ങളോളം ജയിലിൽ ഇടേണ്ടതായി വരും. കാരണം ആ രീതിയിലാണ് പിണറായി വിജയനെതിരെ ആ PV ഞാനല്ല എന്ന് പിണറായി വിജയ താൻ ഇനിയും പറയടോ, ആ PV ഞാനല്ല എന്ന്. കരിമണൽ കർത്തായുടെ ഡയറിയിൽ PV എന്നുള്ള പേരിൽ ഏറ്റവും കൂടുതൽ അഴിമതി പണം കൊടുത്തത് താൻ PV എന്ന് ചുരുക്കപ്പേരിലുള്ള ആൾക്കാണ് എന്ന് കരിമണൽ കർത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ തെളിവുകൾ SFIOയുടെ കയ്യിലുണ്ട് കേട്ടോ. അതിന്റെ തെളിവുകൾ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന് കിട്ടിയിരുന്നു കേട്ടോ വിജയ. ഇനിയും കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് നിയമസഭയിൽ പറഞ്ഞല്ലോ, എന്റെ കൈകൾ ശുദ്ധമാണ്. അമ്മാതിരി കള്ളത്തരം ഇനി പറയാൻ പിണറായി വിജയന്റെ നാവ് പൊങ്ങില്ല കേട്ടോ. പക്ഷെ കുറച്ചു മുമ്പ് അപ്പം ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തി. എന്നിട്ട് പറയുകയാണല്ലോ, പിണറായി വിജയനെ തൊടാൻ പറ്റില്ല, വീണയെ തൊടാൻ പറ്റില്ല, റിയാസിനെ തൊടാൻ പറ്റില്ല. ഇത് അവർക്കെതിരായ കേസല്ല, ഇത് CPMനെതിരായ കേസാണ്, പാർട്ടിക്കെതിരായ കേസാണ്. ആടോ, അത് CPMനെതിരായ കേസ് തന്നെയാണ്. ആട് വെച്ചോ. എന്താ സംഭവം? നിങ്ങൾ CPMകാരല്ലേ ഇതിന് മുഴുവൻ കുട പിടിച്ചു കൊടുത്തത് അല്ലേ? കുട പിടിച്ചു കൊടുത്തത് മുഴുവൻ CPMകാരല്ലേ? വീണ വിജയന്റെ ആ കമ്പനി എക്സലോജിക് എന്ന് പറയുന്ന തട്ടിപ്പ് കമ്പനി അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയതാണെന്ന് പിണറായി വിജയൻ കള്ളത്തരം പറഞ്ഞ ആ തട്ടിപ്പ് കമ്പനിയുടെ ആദ്യത്തെ മേൽവിലാസം എന്തായിരുന്നു? AKG സെന്റർ എന്നായിരുന്നു. AKG സെന്ററിന്റെ മേൽവിലാസത്തിൽ വീണ വിജയൻ ആരംഭിച്ച തട്ടിപ്പ് കമ്പനി. എന്ത് തട്ടിപ്പ് കമ്പനി? പിണറായി വിജയന്റെ പേരിൽ അഴിമതിപ്പണം വാങ്ങാൻ. ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയടോ. കേരളത്തിൽ എല്ലാവർക്കും ഇന്നും ഗോവിന്ദം എന്ന് പറയാണല്ലോ. അത് നിയമപ്രകാരം കിട്ടിയ പൈസയാണ്. ഏത് 1,72,00,000 രൂപ. അതൊരു പ്രത്യേക കാലയളവിനുള്ളിലുള്ള പൈസയാണ് കേട്ടോ. അത് മാത്രമല്ല അതിന്റെ 10 ഇരട്ടി വീണ വിജയനും പിണറായി വിജയനും വിഴുങ്ങിയിട്ടുണ്ട് കരിമണൽ കർത്തായുടെ പൈസ. ഇതൊരു പ്രത്യേക കാലയളവിനുള്ളിലുള്ള പൈസയാണ്. 1,72,00,000 രൂപ. എന്നിട്ട് പിണറായി അപ്പം ഗോവിന്ദന് ഉളുപ്പില്ലാതപ്പോ കുറച്ചു മുമ്പ് പത്രക്കാരോട് പറയാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ സ്ഥിരം കോമാളി വേഷം കെട്ടിയിട്ട് ഇയാൾ തകർത്ത് അഭിനയിക്കുകയാണ്. ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? അത് നികുതി അടച്ചിട്ടാണ് അഴിമതിപ്പണം നികുതി അടച്ചും ബാങ്കിലൂടെയും വാങ്ങാമെന്ന് തെളിയിച്ച പിണറായി വിജയന്റെ മകളെ അനുകൂലിച്ചുകൊണ്ട് പറയുകയാണ്, അത് സേവനം നൽകിയിട്ടാണ്. എന്ത് സേവനാടോ ഗോവിന്ദ, അപ്പം ഗോവിന്ദ, എടോ എന്ത് സേവനമാടോ ഈ വീണ നൽകിയത് എന്ന് വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളീയ സമൂഹം. ആരെങ്കിലും പറഞ്ഞോ? വീണ പറഞ്ഞോ താൻ എന്ത് സേവനം നടത്തിയോ? ഒരു സേവനം ഇല്ലടോ. ഇത് ആൾക്കാർക്കൊക്കെ അറിയാം. പിണറായി വിജയന്റെ മകൾ വീണക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കരിമണൽ കർത്താവ് 1,72,00,000 രൂപ കൊടുത്തത്, അല്ലെങ്കിൽ അതിന്റെ 10 ഇരട്ടി കൊടുത്തത്? മാത്രമല്ലല്ലോ, പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്കല്ല, പിണറായി വിജയന് ചാക്കുകെട്ടില് 100 കോടി രൂപ കൊടുത്തു എന്നാണ് ഈ ഡയറിയിൽ എഴുതി വെച്ചത്. പിണറായി വിജയൻ മാത്രമല്ല കേട്ടോ, RC എന്ന പേര്, PK എന്ന പേരൊക്കെ ഉണ്ട്. അവിടെ കുറെ ഇനീഷ്യലുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു PV ഉണ്ട്. PVക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കരിമണൽ കർത്ത കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ട്?
കരിമണൽ കർത്തയുടെ ഉദ്യോഗസ്ഥർ എന്താ പറയുന്നത് അറിയോ? ഞങ്ങൾക്ക് ഇവിടെ ഫാക്ടറി നടത്തണമെങ്കിൽ, ഞങ്ങൾക്ക് ഇവിടെ വ്യവസായം നടത്തണമെങ്കിൽ കൈക്കൂലി കൊടുത്തേ പറ്റൂ, അഴിമതി പണം കൊടുത്തേ പറ്റൂ. ആർക്ക് കൊടുക്കാം? മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മകൾക്കും കൊടുക്കാം. അങ്ങനെയാണ് വീണക്ക് കൊടുത്തത്. SFIO അന്വേഷണം നടത്തുകയാണ്. എന്നിട്ട് പറയുന്നു, കുഴൽനാടന്റെ കേസ് തള്ളിപ്പോയല്ലോ, കുഴൽനാടന്റെ കേസ് തള്ളിപ്പോയല്ലോ. എനിക്ക് തോന്നുന്നു കുഴൽനാടനാണ് ഈ കേസ് യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തിയത് കേട്ടോ. കാരണം കുഴൽനാടൻ ഈ കേസ് അന്വേഷിക്കണം, ഇതിലെ അഴിമതി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വിജിലൻസ് അന്വേഷിക്കണം അത്ര. എടോ കുഴൽനാട, പിണറായി വിജയനെതിരായ കേസ് പിണറായി വിജയന്റെ വിജിലൻസ് അന്വേഷിക്കുകയോ, അന്വേഷിച്ച വല്ലതും കണ്ടെത്തുവോ? എന്ത് പണിയാ ചെയ്തത്? അവസാനം ഹൈക്കോടതി പറഞ്ഞു അത് പറ്റൂല എന്ന് പറഞ്ഞു, സുപ്രീം കോടതി വരെ അത് തള്ളി. ഇതാണ് ഇപ്പം CPM എടുത്തു കാണിക്കുന്നത്. കുഴൽനാടന്റെ കേസ് തള്ളി. കുഴൽനാടന്റെ കേസ് എന്ന് പറഞ്ഞാൽ വേറൊരു കേസാണ്. അതായത് ഈ ഇടപാടിൽ അഴിമതി നടന്നു എന്ന് വിജിലൻസ് അന്വേഷിക്കണം, പിണറായിയുടെ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ കോടതി പറഞ്ഞു അത് പറ്റൂല, അതിനുള്ള തെളിവുകളൊന്നും കുഴൽനാടൻ ഹാജരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അതല്ലടോ കേസ് യഥാർത്ഥത്തിൽ ഷോൺ ജോർജ് ആണ്. ഇപ്പോൾ BJPയിലുള്ള ഷോൺ ജോർജ് ആണ് വളരെ കൃത്യമായി കമ്പനി ആക്ട് അനുസരിച്ച്, കമ്പനി റൂൾ അനുസരിച്ച് SFIO അന്വേഷണത്തിലേക്ക്, അല്ലെ, SFIO അന്വേഷണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഇതിനെ നയിച്ചത് ഷോൺ ജോർജിന്റെ പരാതിയായിരുന്നു കേട്ടോ. ഇതാ ഏറ്റവും അവസാനം എന്തുകൊണ്ട് ഇന്ന് പുലർച്ചെ റെയ്ഡ് നടത്തി. ഇന്നലെ ഹൈക്കോടതി, അതായത് ED അന്വേഷണത്തിന് സമൻസ് അയച്ചപ്പോ അത് CMRL കമ്പനിയും CMR കമ്പനിയുടെ ഉദ്യോഗസ്ഥരും അതിനെതിരെ, അതായത് ED അന്വേഷണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി കൊടുത്തു. അത് തള്ളിപ്പോയി. അത് ഇന്നത്തെ പത്രത്തിലുണ്ട്. ആ പത്രവാർത്ത ഇങ്ങനെയാണ്: എക്സാലോജിക് CMRL ഇടപാട്, ED അന്വേഷണം തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള, അതായത് PMLA ആക്ട് കേട്ടോ, ആ കേസിൽ EDയുടെ അന്വേഷണവും നടപടികളും സമൻസും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRLും കമ്പനി ഉദ്യോഗസ്ഥരും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. CMRL MD SN ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവരാണ് കോടതിയെ സമീപിച്ചിരുന്നത്. അന്വേഷണത്തിനാണ് സമൻസ് അയച്ചത് എന്നും ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് TR രവി ഹർജി തള്ളിയത്. സത്യം പറയാനും വിശദീകരണത്തിനുമാണ് സമൻസ് അയക്കുന്നത്. ഈ ഘട്ടത്തിൽ ഹർജി അപക്വമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അല്ല, ഇപ്പൊ നാടുനീളെ CPM അന്തംഗമ്മികളെ മുദ്രാവാക്യം പിടിച്ച് നടക്കാണ്. പിണറായി വിജയനെ തൊടാൻ പറ്റില്ല, റിയാസിനെ തൊടാൻ പറ്റില്ല, വീണനെ തൊടാൻ പറ്റില്ല. എടോ, നിങ്ങൾ എന്ത് മുദ്രാവാക്യം പിടിച്ചത് എന്ത് കാര്യം? അപ്പം ഗോവിന്ദൻ പറയുന്നത് ഇന്ന് വൈകുന്നേരം രാത്രി പന്തം കൊളുത്തി പ്രകടനമാണ്. ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞിടോ. പന്തം കൊളുത്തി പ്രകടനം നടത്താൻ പോകുക. എന്തിനാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളം മുഴുവൻ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ് ഇപ്പോൾ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ, അവിടെയാണല്ലോ കഴിഞ്ഞ ഒരു മാസമായി പിണറായി വിജയനും കുടുംബവും താമസിക്കുന്നത്. പിണറായി വിജയനും ഭാര്യ കമലയും മോൾ വീണയും പേരക്കുട്ടിയും ഒക്കെ താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ ആ വീട് ED വളഞ്ഞ് അവിടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടണ്ട, പിണറായി വിജയന്റെ ഈ വീട്ടിൽ മാത്രമല്ല, പൂട്ടിക്കിടക്കുന്ന കണ്ണൂരിലുള്ള വീട്ടിലും റെയ്ഡ് നടക്കുകയാണ്. 12 ഇടങ്ങളിലാണ് EDയുടെ റെയ്ഡ് ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചത് കേട്ടോ. വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമോന്റെ വീട്ടിലും, കോഴിക്കോട് കോട്ടൂളിയിലുള്ള മരുമോന്റെ വീട്ടിലും ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.